ഇത്തവണത്തെ ഓണം നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ഓണമാണ്. നന്നായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നമ്മുടെ വളരെ അടുത്ത ഒരു ബന്ധത്തിൽ ഒരു മരണം ഉണ്ടായി. അതുകൊണ്ട് ഇത്തവണത്തെ ഓണം മാറ്റിവെച്ചു. ഇന്ന് അത്തമാണ്. ഞാനപ്പോ വിചാരിച്ചു ഇവിടെ മൊത്തം ഒന്ന് മാറാലയൊക്കെ തൂത്ത് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് വിളക്ക് കത്തിക്കാന്ന്. ഓണം ആഘോഷിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓണമൊക്കെ ആവാറാവുമ്പം കാലാവസ്ഥയ്ക്ക് തന്നെ ഒരു മാറ്റം വരില്ലേ? എല്ലാ വർഷവും ഓണം വന്നു പോകുമെങ്കിലും നമ്മുടെ മനസ്സിൽ പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു ഓണാഘോഷം ഉണ്ടാവില്ലേ? കല്യാണം കഴിഞ്ഞ് ശരത്തേന്റെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓണം എനിക്ക് അത്തരത്തിൽ ഒന്നാണ്. ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു മലയുണ്ട്. മലയിൽ നിറയെ കാട്ടുകദളിയുണ്ട്. അപ്പൊ ഞാനും അമ്മയും തലേ ദിവസം പോയി കാട്ടുകദളിയുടെ മൊട്ടൊക്കെ പറിച്ചുകൊണ്ട് വന്ന് വിരിയാനായിട്ട് വെക്കുവേ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ മൊട്ടൊക്കെ വിരിഞ്ഞ് നല്ല പൂവായിട്ടുണ്ടായിരിക്കും. അച്ഛനാണെങ്കിൽ മണ്ണൊക്കെ കുഴച്ച് അത്തപ്പൂക്കൾ വിടാനുള്ള ബേസൊക്കെ ഒരുക്കി ചാണകമൊക്കെ ഇട്ട് മെഴുകി വെച്ചിട്ടുണ്ടായിരിക്കും. ഓണത്തപ്പനെയും അമ്മിക്കല്ലും ഒരകല്ലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഈ പറിച്ചു കൊണ്ടുവന്നിരിക്കുന്ന പൂക്കളും നമ്മുടെ വീട്ടിലുണ്ടായ പൂക്കളും ഒക്കെ വെച്ച് ഓണപ്പൂക്കളും ഒക്കെ ഇടുന്നത് എന്ത് രസമായിരുന്നെന്നറിയാമോ? ആ ഒരു ഓണമാണ് ഞാൻ അത്രയും നന്നായിട്ട് എൻജോയ് ചെയ്ത് ആഘോഷിച്ചത്. പിന്നെ ജോലിയായി, കൊച്ചായി, തിരക്കായി, അങ്ങനെ പൂവൊന്നും പറിക്കാൻ പോവാൻ എനിക്ക് പിന്നീട് പറ്റിയിട്ടേ ഇല്ല. അമ്പാടിനെയും കൊണ്ട് ഇതുപോലെ പൂവൊക്കെ പറിച്ച് ഓണപ്പൂക്കളൊക്കെ ഇടണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലുണ്ട്. പക്ഷെ ഇതുവരെ അതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇനി അടുത്ത വർഷം ആകാവല്ലേ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എല്ലായിടവും നന്നായിട്ട് തൂത്തുവാരി ക്ലീൻ ചെയ്ത് അടുക്കി പറക്കി വെച്ചപ്പോ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നിയേ. ഞാൻ പിന്നെ വേഗം ഓടിച്ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് ഒരു സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ച് വെച്ചേ. സാമ്പ്രാണിക്ക് ചന്ദനത്തിരി എന്നും പറയുന്നുണ്ട്. ഞാൻ പക്ഷെ എപ്പോഴും സാമ്പ്രാണി എന്നാ പറയാറ്. പലയിടത്തും പല പേരുകളാണല്ലേ.